രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, US ഇസ്രായേലിനെ ചതിച്ചോ? രണ്ട്, അമേരിക്കയുടെ ഏറ്റവും നിർണായകമായ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർന്നു. എന്താണ് ഈ ഈ ആദ്യത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ US ഇസ്രായേലിനെ ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് യുദ്ധമൊക്കെ അവസാനിച്ചു, ഞങ്ങളാണ് കാരണമായിട്ട് വന്ന് എല്ലാം തീർത്തത് എന്ന് പറഞ്ഞ് ട്രംപ് വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അവിടെ ജൂൺ 22 വലിയ ആക്രമണം നടത്തി അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ ഫോർദോ മുഴുവൻ ഒക്കെ ഞങ്ങളെല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട്, ബസ്റ്റർ ബോംബർ വിമാനങ്ങൾ വന്ന് എല്ലാം അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചത്. അവിടെ വലിയ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും എക്സിലും ട്രൂത്ത് സോഷ്യലിലും ഒക്കെ അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. അതായത് ഇനി ഇറാൻ യുദ്ധമുഖത്ത് നിന്ന് പോകും എന്നുള്ളത്. പക്ഷേ അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ അവിടെ അമേരിക്ക നടത്തിയ നീക്കം പരാജയമായിരുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് CNN ചോർത്തി. റിപ്പോർട്ട് ചോർന്നതിന് പിന്നാലെ പക്ഷേ വൈറ്റ് ഹൗസ് അങ്ങനെയല്ല, അങ്ങനെ റിപ്പോർട്ടിലില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. പക്ഷേ അമേരിക്കയിലുള്ള മാധ്യമങ്ങൾ മുഴുവൻ, വാഷിങ്ടൺ പോസ്റ്റ് ആണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ എല്ലാവരും ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്ക അവിടെ നടത്തിയ നീക്കങ്ങളെല്ലാം പാളിയുന്നില്ല. നമ്മളും കഴിഞ്ഞ ദിവസം സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫോർദോയിൽ ഇവർ വലിയ നീക്കം നടത്തിയെങ്കിലും അവിടെ കെട്ടിടങ്ങൾ മാത്രമേ തകർന്നിട്ടുള്ളൂ, ചുരുക്കം ചില കെട്ടിട അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, കാര്യമായിട്ടുള്ള ഒരു കേടുപാടും അവർ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അവിടെ ആണവ യുറേനിയം സമ്പുഷ്ടീകരിച്ച കേന്ദ്രത്തിന് കൃത്യമായിട്ട് ഒന്നും ചെയ്യാൻ അമേരിക്കയുടെ ആക്രമണത്തിന് സാധിച്ചില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയതും. അതുതന്നെയാണ് അവരുടെ ഇൻ്റലിജൻസ് വിഭാഗം കൊടുത്ത റിപ്പോർട്ടിലും പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അവിടെ എല്ലാം സർവനാശം വിതച്ചു എന്ന് പറയുന്ന ആക്രമണം അതൊരു ഫേക്കാണ്. അവർക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് മുന്നേ തന്നെ അവർ സമ്പുഷ്ടീകരിച്ച യുറേനിയൊക്കെ അവിടെ നിന്ന്. പക്ഷേ ഉപഗ്രഹ ചിത്രങ്ങളടക്കം വന്നല്ലോ, ആ ഒരു മല നിറമൊക്കെ മാറിക്കിടക്കുന്നത്. ഒരു മലയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ആണ് തീർത്തില്ല. പക്ഷേ ഇത് മലയുടെ ഒരുപാട് അടിയിലാണ് ഈ സംഭവങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേലിന് അത് ചെയ്യാൻ പറ്റാതെ പോയിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ കാര്യം ചോദിക്കട്ടെ, ഇവർ കയറി അടിച്ചത് കൊണ്ടാണ് ഇറാൻ ഈ പ്രത്യാക്രമണത്തിന് തയ്യാറായതെന്ന് പറയുന്നത്. ഇവർ 6 മിസൈലുകൾ അയച്ചു, അതുപോലെ 6 എണ്ണം തിരിച്ച് പിന്നെ ഖത്തറിലെ സൈനിക താവളങ്ങളിൽ അയച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നാശനഷ്ടങ്ങൾ വരുത്തിയില്ലെങ്കിൽ എന്തിനാണ് ഇറാൻ അങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്നത്? നാശനഷ്ടം വരുത്തുന്നതിന്റെ അല്ലല്ലോ, ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന ഒരു കറുകമ്പുല്ലിട്ടാൽ പോലും അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ വെറുതെ അല്ല, അവര് ബോംബ് ഇട്ടു എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആ ബോംബ് പൊട്ടിയിട്ട് ഇവർക്ക് ഇവിടെ എന്തെങ്കിലും കേടുപാട് പറ്റിയോ, അവരുടെ ആണവ നിലയങ്ങൾ പൂർവ്വസ്ഥിതിയിലാണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ കാണുന്ന ചിത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറുതെ ഒരു പേടിപ്പിക്കാൻ അമേരിക്ക ചെയ്ത എന്തോ പരിപാടി. അതായത് അമേരിക്കയുടെ ആണവ പരീക്ഷണം കുറച്ച് മാസം പുറകോട്ട് യാത്ര ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് മുഴുവനായിട്ട് നശിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതായത് ഇസ്രായേലിനോട് പറയുന്നു, ഞങ്ങൾ കൂടെ നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ബോംബുകൾ, വിമാനങ്ങൾ ഇട്ടുകൊണ്ട് ആണവായുധ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പറയുന്നു. പക്ഷേ നേരത്തെ തന്നെ ഒരു ഉപഗ്രഹ ചിത്രം വന്നിരുന്നു. അതായത് ഈ ഫോർദോയിൽ നിന്ന് ഈ ആണവ ഇന്ധനവും അതിന്റെ സാമഗ്രികളും നേരത്തെ തന്നെ അവിടുന്ന് മാറ്റിയതായിട്ടുള്ള സൂചനകൾ വന്നിരുന്നു. കാര്യം ഇറാൻ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇറാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ അതൊക്കെ നേരത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്നുള്ളത് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പോൾ അത് ഒരു കാര്യം പറഞ്ഞാൽ നന്നായി. കാര്യം ഈ പറയുന്ന ആ ചിത്രത്തിൽ കാണുന്ന കെട്ടിടത്തിനുള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ 6 ബോംബാണ് ഇട്ടത്. ആ 6 ബോംബുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഏതാണ്ട് ഒരു ആറ്റം ബോംബ് പൊട്ടുന്ന അതേ ഫീൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ആഘാതത്തിൽ അവിടെ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായിരുന്നെങ്കിലും അത് ഒഴിവാകുന്നതിന് അത് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. പക്ഷേ 2 ചിത്രങ്ങൾ, ബിഫോർ ആൻഡ് ആഫ്റ്റർ 2 ചിത്രങ്ങൾ വരുമ്പോൾ ആ മെയിൻ ഒരു വെളുത്ത നിറത്തിലൊരു കോൺക്രീറ്റ് കെട്ടിടം പോലെ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് അതിൻ്റെ എൻട്രൻസോ മറ്റോ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ഇത്. അവിടുന്ന് വളരെ ദൂരത്തിലുള്ള ഒരു മലയിടുക്കിലാണ് ഈ തുരങ്കങ്ങൾ പോലെ ബോംബ് പതിച്ച പാടുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയ്ക്ക് കുറച്ചങ്ങ് മാറി ഇടുമ്പോൾ കാര്യമായൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എന്തായിരിക്കും ട്രംപ് ഇതിലൂടെ ഉദ്ദേശിച്ചത്? അതായത് ഇത് യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും അരങ്ങൊരുങ്ങിയിരുന്നു. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമായി. ഒരു റൗണ്ട് ചർച്ച യൂറോപ്യൻ യൂണിയനുമായിട്ടും G7 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ടൊക്കെ നടന്നു. അവരെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കാനാവാത്തൊരവസ്ഥയിൽ വന്നു. കാര്യം അവരുടെ സാമഗ്രികൾ ഇല്ലാണ്ടായി, അവർക്ക് വ്യോമ പ്രതിരോധ സംവിധാനമില്ല, ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ തലങ്ങും വിലങ്ങും പാഞ്ഞ് അവിടെ ബോംബിടുന്നു. അപ്പോൾ ഇനിയും യുദ്ധം തുടർന്നു പോയാൽ നാശനഷ്ടങ്ങളേറെയും ഇറാനാണ് സംഭവിക്കുക.
അവർക്ക് ആകെയുള്ളത് ഈ ബാലിസ്റ്റിക് മിസൈൽ അങ്ങോട്ട് അയക്കുക മാത്രമാണ്. അതും കൃത്യമായി അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ വീഴുന്നുണ്ടോ എന്ന് പോലും അവർക്ക് ഉറപ്പില്ല. ചുമ്മാ എണ്ണം പറഞ്ഞ് അങ്ങ് ചുമ്മാ അയക്കുക ഇസ്രായേലിലേക്ക്. ചിലതൊക്കെ ചെന്ന് അവിടെയൊക്കെ വീഴുന്നു, അല്ലാണ്ട് അത് കൃത്യം ടാർഗറ്റ് ചെയ്ത് അയക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇറാനില്ല. അപ്പോൾ യുദ്ധം നീണ്ടുപോകാതിരിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അവർ നേരത്തെ തന്നെ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചു. ഇതെന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് കൊട്ടിക്കലാശം നടത്തണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ നടന്നതായിരിക്കണം. അല്ലാണ്ട് ഇതുകൊണ്ടൊന്നും ആകില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണമല്ലോ എവിടെയെങ്കിലും. അതിനുവേണ്ടി അമേരിക്ക ചെയ്തൊരു സംഗതിയായിട്ട് മാത്രം കരുതിയാൽ മതി ഇതിനെ. ഇതിപ്പോ അമേരിക്ക പിന്നെ ഇറാനെക്കാളും പണി കൊടുത്തത് ഇസ്രായേലിനെന്ന് പറയേണ്ടി വരും. ഉറപ്പല്ലേ? ഇസ്രായേലിന് അവർ ഞങ്ങളെല്ലാം തീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. ആ ഭീഷണി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത്, അവരുടെ തെല്ലവീവ് എന്ന് പറയുന്നത് വളരെ ജനനിബിഡമായ ഒരുപാട് കെട്ടിടങ്ങളുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ ഇറാൻ്റെ തെഹ്റാൻ എന്ന് പറയുന്നത് തെല്ലവീവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആനയാട് വ്യത്യാസമുണ്ട്. നാശനഷ്ടങ്ങൾ ഏറെയും വന്നേക്കുന്നത് ഇസ്രായേലിനാണ്. അവിടെ ആൾനാശം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആ കെട്ടിടങ്ങളൊക്കെ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഇപ്പം ജനവാസ യോഗ്യമല്ലാതായിട്ടുണ്ട്. അതൊക്കെ പഴയ നിലയിലാക്കണമെങ്കിൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. അതുമാത്രമല്ല, ഓരോ ദിവസവും യുദ്ധത്തിന് അവർക്ക് കോടിക്കണക്കിന് ഡോളറാണ് ചിലവായി വന്നത്. കാര്യം ഇവർ കുറേ മിസൈലുകൾ, അതായത് ഇവരുടെ ആരോ എന്ന് പറയുന്ന മറ്റേ അയൺ ഡോമിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ പോലും തീരുന്നൊരവസ്ഥയെ വന്നു. അപ്പോൾ എത്ര രൂപ ചിലവായിട്ടുണ്ട് ഇസ്രായേലിന്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആൾനാശമില്ലെങ്കിലും കെട്ടിടങ്ങൾ പലതും തകർക്കപ്പെട്ടു. അവർക്ക് കുറേ യുദ്ധസാമഗ്രികൾ അവരുടെ ചിലവായി. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ അടി കിട്ടിയത്. കാരണം ഇറാൻ നഷ്ടപ്പെടാനൊന്നുമില്ല. കാര്യമായ, അതായത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കാര്യമായ കേടുപാടുകൾ ഇറാൻ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇസ്രായേലിന് വലിയ രീതിയിൽ ആൾനാശം കുറവാണല്ലോ, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഇസ്രായേലാണ്. കാര്യം അവർക്ക് അമേരിക്കയുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പരിധിവരെ. കാര്യം അവർ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ട്രംപിനോട്, വാ വന്ന് അടിക്കുക. പക്ഷേ അമേരിക്ക വെയിറ്റ് ചെയ്തു അവസാന നിമിഷമാണ് ഇടപെടുന്നത്. അത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ഈ യുദ്ധം ഒരു 2-3 ദിവസം മുമ്പെങ്കിലും തീരുമായിരുന്നു. ഇസ്രായേലിന് അത്രയും കൂടി ആശ്വസിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇസ്രായേലിനാണ് ഇത് ജയിച്ചു നിൽക്കുന്നത്. ഇറാനും അമേരിക്കയാണ്. ഇസ്രായേലാണ് ഇടയിൽ നിന്ന് ഇസ്രായേലിന് 8ന്റെ പണി കിട്ടി. പക്ഷേ ഇസ്രായേലിലും ഇറാനിലും രണ്ട് സ്ഥലത്തും യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് പാകിസ്ഥാനിൽ നടന്നിരുന്നല്ലോ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ. അഫ്രീദി കൊടിയും പിടിച്ച് മുമ്പേ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. അത് അവിടുത്തെ ജനതയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി എത്ര തോറ്റ അമ്പി നിന്നാലും ഒരു പ്രകടനമൊക്കെ നടത്തും. അതൊരു സമാശ്വാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ടാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെട്ടത് കൊണ്ട് മാത്രമല്ല ഈ യുദ്ധം അവസാനിച്ചത്. ഇറാൻ ഖത്തറുമായിട്ട് ഖത്തറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ഖത്തറിൽ ആക്രമണം നടത്തിയെങ്കിലും ഖത്തറിനോട് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ. അവരും ഇടപെടൽ നടത്തിയതിന് ശേഷമാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. അത് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഈ പറയുന്ന ഇറാൻ്റെയോ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെ മാത്രം ആവശ്യമല്ല, ലോകത്തെമ്പാടും ഉള്ളവരുടെ ആവശ്യം. കാര്യം എണ്ണവില അങ്ങ് വാണം വിട്ട പോലെ അങ്ങ് പോവുകയാണ്. ഈ യുദ്ധം ഇനി നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത ക്രൈസിസിലോട്ട് പോകും. അപ്പോൾ ആ രീതിയിലുള്ളൊരു സമ്മർദ്ദവും കൂടി വരും. അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം, അത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്ന് കരുതിയാൽ മതി. കാര്യം അത് അമേരിക്ക ഇടപെട്ടുകൊണ്ട് മാത്രമല്ല, അമേരിക്ക ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഐക്യരാഷ്ട്രസഭയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടും. അനുനയ ചർച്ചകൾക്ക് നിങ്ങൾ വഴങ്ങണമെന്ന രീതിയിൽ ഇടപെടും. കാര്യം അവരുടെയും കൂടി ആവശ്യമാണ്. ഇപ്പോൾ എത്രയോ മലയാളികൾ, എത്രയോ പ്രവാസികൾ അവിടെ ജോലി ചെയ്യുന്നു. കുറഞ്ഞ പക്ഷം നമ്മൾ ഇവിടുന്ന് നമ്മുടെ നിയമസഭയെങ്കിലും ഒരു പ്രമേയം പാസ്സാക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഇതേപോലെ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ നിയമസഭ യോഗം ഒരു പ്രമേയമെങ്കിലും ഒരു കാര്യമില്ല എങ്കിലും ആ തരത്തിലുള്ള പ്രതികരണം എന്താണെന്ന് നമ്മൾ അറിയിക്കാം. ആ തരത്തിലുള്ള നീക്കങ്ങൾ വരെ ഉണ്ടായേനെ. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം.